ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് നമ്മളെല്ലാവരും നട്ടു വളർത്തുന്ന ഒന്നാണ് സാലഡ് വെള്ളരി. നല്ലതുപോലെ അടിവളം ചേർത്ത മണ്ണിലേക്ക് ഇതിൻ്റെ വിത്ത്, സാലഡ് വെള്ളരിയുടെ വിത്തുകളാണ് കണ്ടോ, ഇതേപോലത്തെ വിത്തുകളെ നമുക്ക് നേരിട്ട് നടാം. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് നിറച്ച് വെക്കുന്ന പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വിത്തുകളെ, ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്, ഇത് കുതിർത്തിട്ടുമില്ല ഒന്നുമില്ല, ഇതേപോലെ നമ്മൾ വെറുതെ അങ്ങോട്ട് പാകിയിടുക. 4 എണ്ണം ഉണ്ട്, അപ്പോൾ നമുക്കൊരു 2 എണ്ണമെങ്കിലും ഇവിടെ വളർന്നു കിട്ടും. തൈകൾ മുളച്ചത് ഇതുപോലെ കണ്ടോ, 2 ഇല പാകമാകുമ്പോൾ മുതൽ സാലഡ് വെള്ളരിക്ക് വളമിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 ഇല പാകമാകുമ്പോൾ മുതൽ വളമിട്ട് കഴിഞ്ഞാൽ ഓരോ ആഴ്ച ഇടവിട്ടും നമ്മൾ വളമിട്ട് കൊടുക്കണം. നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ചെടികൾ വളർന്നു തുടങ്ങിയാൽ ഇപ്പം നമ്മളിങ്ങനെ ആഴ്ചയിലൊന്നും കൃത്യമായിട്ട് ഓർത്ത് വെച്ച് വളമിട്ട് കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും വള്ളി വീശുമ്പോഴും അതുപോലെ പൂവിട്ട് തുടങ്ങുമ്പോഴും നിർബന്ധമായും വളം കൊടുക്കണം. നീർവാർച്ചയുള്ള മണ്ണ്, സൂര്യപ്രകാശം, വെള്ളം, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ചെടി വളർത്തുമ്പം ഉണ്ടായിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ചാണകപ്പൊടി ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും, നല്ലവണ്ണം കായ് ഫലവും ഉണ്ടാകും. എനിക്കിവിടെ ഒരു 3-4 ചുവട് സാലഡ് കുക്കുംബറാണുള്ളത്. ഇപ്പോൾ ഇതൊരെണ്ണം കണ്ടോ, ഇത് വളർന്ന് തുടങ്ങി വള്ളി വീശി വന്നിരിക്കുവാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വളർന്ന് തുടങ്ങി വള്ളി വീശി വരുമ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വന്നിരിക്കുന്ന ഈ ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയാതിരിക്കുവാണെങ്കിൽ ഈ ബ്രാഞ്ചുകളിലുണ്ടല്ലോ പെട്ടെന്ന് കായ്കളും പൂക്കളും ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇതേപോലെ വന്നു കഴിയുമ്പം ഇങ്ങനെ വളച്ച് നമ്മൾ ഒരു കമ്പയിലോട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വള്ളി കെട്ടിയിട്ട്, ഇപ്പം ഞാൻ ടെറസിൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ കയറ് കെട്ടി കൊടുക്കുക മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന, കമ്പ് കുത്താനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പടർത്തിയാലേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം മണ്ണിൽ കൂടെയാണ് പടർത്തുന്നതെങ്കിൽ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതുപോലെ പന്തലിലേക്ക് നേരെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു പടവലത്തിൻ്റെ ചെടിയാണേ. ഇങ്ങനെ വന്നിരിക്കുന്ന സൈഡ് ബ്രാഞ്ച് കണ്ടോ, അങ്ങനെ വന്നിരിക്കുന്ന സൈഡ് ബ്രാഞ്ചിനെ അപ്പം തന്നെ ഒടിച്ചു കളഞ്ഞോണം, അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച കുറയും. അതേപോലെ തന്നെ നമുക്ക് ഇതിനും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വരുന്നുണ്ട്, അതിൻ്റെ ചുവട്ടിലൊരു കായുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സക്കർ പോലെയുള്ളവയെ നമ്മളങ്ങ് ഒടിച്ചു കളഞ്ഞോണം. ഇപ്പോൾ ഇതൊരു ചെറിയ ചെടിയല്ലേ, ചെറിയ ചെടികൾക്ക് എപ്പോഴും മണ്ണിൽ നിന്നുള്ള കീടശല്യം കുറഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചുവടിനോടടുത്തുള്ള ഇലകൾ ഇതുപോലെ അങ്ങ് ഒടിച്ചു കളഞ്ഞേക്കണം. കുറച്ച് മുകളിലോട്ട് വന്നതിന് ശേഷമുള്ള ഇലകളെ നിർത്തിയാൽ മതി. അപ്പം ഞാൻ ഇതേപോലെ ഈ ചുവട് ഭാഗത്തുള്ള ഇലകളെ ഒഴിവാക്കുവാണേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിലോട്ട് തന്നെ ഒരു പുത പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത്, ഇതൊരു ചെറിയ ചെടിയാണേ, അപ്പോൾ ഇതിൻ്റെ ചുവട് ഇളക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇതൊരു കൂട്ടുവളമാണേ, നമുക്ക് വളക്കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇത്രയും മാത്രം, വളരെ കുറച്ച് മാത്രം തണ്ടിൽ മുട്ടാതെ ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ കൂട്ടുവളം ഇട്ടതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയുടെ തണ്ട് കണ്ടോ, ഇങ്ങനെ പോകുന്ന ഈ ചെടിയുടെ തണ്ട് മൂടത്തക്ക രീതിയിൽ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുത്തോണം കണ്ടോ. അപ്പോൾ മണ്ണിട്ട് മൂടി ഇനി നമുക്ക് ചെയ്യുന്നത് എന്നാണെന്നറിയോ, നമ്മളിപ്പോൾ വളമിട്ടതല്ലേ, അതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വളമിട്ടാലും ഉടനെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ചൂട് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ 2ാമത്തെ ചുവട് സാലഡ് കുക്കുംബറെ. ഈ സാലഡ് കുക്കുംബർ ഇവിടെ നമുക്ക് ചിലപ്പം വിളഞ്ഞ് കൂടുതൽ വരുന്ന അവസരത്തിൽ ഒരു പാത്രത്തിനകത്തോട്ട് ഇടും. അപ്പോൾ എൻ്റെ വിചാരം എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നും കിളുക്കത്തില്ല, ചിലതൊക്കെ പോകും, അങ്ങനെ ചിലതൊക്കെ പോകുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ വളരെ കൂടുതൽ ഇടുന്നത് കൊണ്ട് കുറച്ചധികം കിളുക്കും. ഈ ചൂട് കാലമായിരുന്ന കാരണം നമ്മൾ അതിനെ ഒന്ന് അടത്തിയൊക്കെ മാറ്റി നടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നട്ടപ്പോഴൊക്കെ ചെടി അവിഞ്ഞു പോവുകയാണ് ചെയ്തത്, അത്രയ്ക്ക് ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ അതിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുന്നതിനെ അതേപടി ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ചൊക്കെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചെണ്ണത്തിന് വളർച്ച കുറവാണെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ അതിനെ ഇങ്ങനെ നടുന്നത്. അപ്പോൾ അങ്ങനെ നട്ട് വളർത്തിയിരിക്കുന്ന ഒരു കൂട്ടമാണിത്. ഇവിടെ അതുപോലെ നട്ട് വളർത്തിയ കുറേ എണ്ണം നഷ്ടപ്പെട്ടു പോയി, പിന്നെ 1-2 എണ്ണമാണ് ഇതിനകത്ത് ഈ ഭാഗത്തായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ വലിയ മോശമില്ലാതെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ പൂവും കായും ഒക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ കൂമ്പുകൾ കണ്ടോ,
അതിനൊരു ചെറിയ മുരടിപ്പ് വന്നിട്ടുണ്ടേ. അത് ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അതെന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? കുറച്ച് ചാണകപ്പൊടി. ദേ ഇത് നമ്മുടെ ചാണകപ്പൊടിയാണേ. അപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ദേ ചെടിയുടെ ചുവട്ടിലോട്ട്, ചാണകപ്പൊടി ചെടിയുടെ ചുവട്ടിലോട്ടൊന്നും ചേർന്ന് വീണാലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 2 ചുവടാണുള്ളത്. 2 ചുവടിന് ഞാൻ ഇതിന് ഓരോ പാത്രം വീതം ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ട് ചെയ്യുന്നത് ഈ മണ്ണാണേ. മണ്ണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സാണ്. ഈ പ്രാവശ്യം നമുക്ക് മണ്ണ് മിക്സ് ചെയ്ത അവസരത്തിൽ ഉമിയില്ലാതിരുന്നത് കൊണ്ട് ഞാൻ തടിയുടെ ചിന്തേരി പൊടി, അല്ലെങ്കിൽ അതിൻ്റെ എന്നാന്നാ നമ്മൾ പറയുന്നത്, ചെറിയ ചെറിയ പീസായിട്ട് കൊത്തിയെടുക്കുന്ന തടിയുണ്ട്, പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതാണ് ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അത് മണ്ണുണ്ട്, ചകിരിച്ചോറുണ്ട്, ചാണകപ്പൊടിയുണ്ട്. ഉമിക്ക് പകരം നമ്മൾ ഇതാണ് കൊടുത്തതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് ഇടുവാണേ. മണ്ണ് ഈ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കൂടി കിടക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ, അത് രോഗങ്ങളൊന്നും മണ്ണിൽ നിന്നുള്ള ഈ തണ്ടുതുരപ്പൻ പോലെയുള്ളവരുടെ ശല്യം ഉണ്ടാകാതിരിക്കും. ചുവട് ഭാഗത്തുള്ള തണ്ടിലേക്ക് ഇതുപോലെ മണ്ണ് കയറിക്കിടന്നാൽ. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഈ പാത്രം കാണുമ്പോഴേ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ്. അത് ഞാൻ ഇത് ഏകദേശം ഒരു 4-5 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു പാത്രമാണേ. അതിനകത്ത് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇതിൻ്റെ ഒരു സ്പൂണ് ഒഴിക്കുക. കണ്ടോ, അപ്പോൾ അരിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഒഴിച്ചാൽ മതി. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ല ഒന്നാന്തരം വളമാണ്, നല്ലൊരു കീടനാശിനിയുമാണ് ഫിഷ് അമിനോ ആസിഡ്. ഇനി നമുക്കിത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ദേ ഈ ഒരു കപ്പിന് 1 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ 1 കപ്പ് ഇവിടെയും. ഇപ്പം നമ്മുടെ ചെടി ഇല്ലാത്ത ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മണ്ണിൻ്റെ ബലപുഷ്ടി അവർ വർദ്ധിപ്പിക്കും. ഇത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിക്കാൻ മറന്നുപോയൊരു സാധനമാണേ. ഇതാണ് പൊട്ടുവെള്ളരി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല മഞ്ഞ നിറത്തിലേക്ക് വരും. ഇതിൻ്റെ തൊലിയെന്ന് പറഞ്ഞാൽ ഇതേപോലെ കളയാനേ ഉള്ളൂ, നമ്മുടെ മറ്റേ വെള്ളരി പോലെ കളയാനുള്ളതില്ല. അതുപോലെ ഇതിനകത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടുവെള്ളരിയുടെ പ്രത്യേകത, പാകമാകുമ്പം പൊട്ടിക്കീറിപ്പോവേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ സാധനം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് അകത്തെ സാധനമേ, നല്ല പഞ്ഞി പോലത്തെ സാധനം കണ്ടോ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? ജ്യൂസ് അടിക്കാൻ. ഇത് നമ്മൾ ചീകിയിട്ടിട്ട് ഈ തൊലി ഇങ്ങനെ ഇതുപോലെ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വിത്തുകൾ മാറ്റിയതിന് ശേഷം ഇത് മിക്സിക്കകത്തോട്ടിട്ട് പാലൊഴിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ഏലക്കയുടെ തരി 1-2 ഒക്കെ ചേർക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല സൂപ്പറാണ്, നല്ല ആരോഗ്യ ഗുണമുള്ളതാണ്, അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. നല്ല പഞ്ഞി പോലെ നാക്കിലോട്ട് വെച്ച് അങ്ങോട്ട് അലിഞ്ഞിറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്തപ്പം വിളവെടുത്തത്, അത് അന്ന് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഞാൻ. അപ്പം ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, അതേപോലത്തെ ഒരെണ്ണം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വളഞ്ഞു പോയതാണ്, നീളത്തിലുണ്ടാകും. നമ്മൾ ടെറസേ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇതുപോലെ ഇരിക്കുന്നത്. കുറച്ചും കൂടെ വലിയ കായ്കളൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട് മണ്ണിൽ കൂടെ വളർത്തിയാൽ. അപ്പോൾ മണ്ണിൽ വളർത്താൻ സൗകര്യമുള്ളവരാണെങ്കിൽ മണ്ണിൽ കൂടെ വളർത്തിക്കോണം, അതാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടാൻ നല്ലത്. പക്ഷേ നല്ല ബെസ്റ്റ് സാധനമാണ്. ഇതാണ് നമ്മുടെ അടുത്ത ചുവട് സാലഡ് കുക്കുംബർ. നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ കണ്ടോ, കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. കണ്ടത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു കായ്കൾ മുഴുവൻ തന്നെ ഇത് ഇവിടെ മുകളിലോട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് 1-2 എണ്ണം നമ്മുടെ ഇതുപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത ഒരു പണിയുടെ ഭാഗമാണ്. കണ്ടോ, അപ്പോൾ ഇതിന് പറ്റിയ കുഴപ്പം എന്നാണെന്നറിയോ? ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന അവസരത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തിൽ കിളുക്കുവാണ്, പൂവുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നിറയെ കീടങ്ങളാണ്. പ്രത്യേകിച്ച് പച്ച നിറത്തിലുള്ള ചെറിയ പുഴുക്കൾ ഇലകളൊക്കെ ഇങ്ങനെ മടക്കി കൂട്ടി വെച്ചിട്ട് അതിനകത്തിരിക്കും. ഇത് കണ്ട, സാധാരണ ഒരു മുകൾ വശം ഇങ്ങനെ വരുന്ന നാമ്പെന്ന് പറഞ്ഞാൽ കൊച്ചിലകൾ കൂടിയായിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിനിടയ്ക്ക് സാധാരണ പച്ച പുഴുക്കളുണ്ടായിരുന്നു.
അപ്പോൾ ആ പച്ചപ്പുഴുക്കളെ ഇല്ലാതാക്കാനായിട്ട് ഞാനൊരു പരിപാടി ചെയ്തതിന് ശേഷമാണ്. എന്നാലും ചിലപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ നോക്കുമ്പോഴും 1-2 പുഴുവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിത് പച്ചയായിട്ട് കഴിക്കുന്നതാണ് സാലഡ് കുക്കുംബർ. അപ്പോൾ രാസകീടനാശിനി പോലെ പുഴുക്കളെ നശിപ്പിക്കാനുള്ള പരിപാടി ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് ജൈവമാർഗ്ഗമാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഏറ്റവും നല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ഈ പുഴുവിനെ ഇങ്ങനെ കാണുമ്പം സങ്കടവും വരും, ദേഷ്യവും വരും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത കീടനാശിനി, ജൈവ കീടനാശിനിയുടെ അളവ് ഇച്ചിരി കൂടിപ്പോയത് കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ഇങ്ങനെ പോവുകയും ചെറിയ ചെറിയ കായ്കൾ വന്നത് പഴുക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ചെയ്ത കീടനാശിനിയുടെ അളവ് ഇച്ചിരി കൂടിപ്പോയത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ അളവ് കൂടാതെ വേണം ചെയ്യാൻ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ അതിന് ചെയ്ത മാർഗം എന്ന് പറയുന്നത്, ഇതേപോലെ ഒരു 5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമായത്. ഇതിനകത്തോട്ട് നമ്മൾ സാധാരണ ജൈവ കീടനാശിനി ഉണ്ടാക്കുമ്പം സോപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 1 ലിറ്ററിന് 5 മില്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ 25 മില്ലി വരെ ഒഴിക്കാം. ഇത് അതിലും ഇച്ചിരി കുറവാണ്. ഈ ചൂടുകാലത്ത് അതൊക്കെ കുറച്ച് അളവ് ഇച്ചിരി കുറച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ കറക്റ്റ് 5 മില്ലിയൊന്നും എടുക്കാൻ നിൽക്കേണ്ട. സോപ്പാണെങ്കിൽ പോലും ഒരു 3 മില്ലിയൊക്കെ എടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ, സോപ്പിൻ്റെ കൂടെ വേപ്പെണ്ണ ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് എൻ്റെ വേപ്പെണ്ണയും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സെറ്റ് മേടിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന ഏറ്റവും ഫലപ്രദമായ സാധനം എന്നാണെന്നറിയോ? ഇത് 5 ലിറ്റർ വെള്ളമുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണേ. ആ സോഡാപ്പൊടി കൂടെ ഇതിനകത്തേക്ക് ഇടുക. അപ്പം ഇനി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ അടയ്ക്കണം. കണ്ടോ? അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇതിനകത്ത് പ്രഷർ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാവേ. അപ്പോൾ ഇതിനകത്തും ഇതുപോലെ 2 ചുവടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോട്ടിലോട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി, ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ചാണകപ്പൊടിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാവേ. പോട്ടിംഗ് മിക്സ് ആണേ. അപ്പോൾ പോട്ടിംഗ് മിക്സ് നമ്മൾ കൂട്ടുമ്പം കുറച്ചധികം കൂട്ടി ഇങ്ങനെ ഗ്രോ ബാഗിനകത്തൊക്കെ നിറച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാത്രം ഒരു ചോട്ടിലേക്ക് ഞാൻ ഇടുക. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഇട്ടു. ഇനി അതിനകത്ത് ഒരു ചുവടും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ചും കൂടെ എടുത്തിട്ട് ഓരോ ചുവട് തോറും ഓരോ പാത്രം മണ്ണും കൂടെ ഇട്ടു. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം പ്രഷർ ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ കീടനാശിനി ആണെങ്കിൽ, ഇത് ജൈവമാണെങ്കിൽ പോലും അത് അടിക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ വിളവൊന്നെടുക്കാവേ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇത് സ്നോ വൈറ്റിൻ്റെ വെറൈറ്റിയാണ്. ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം. ഇത് ചെറുതായിട്ട് പുഴുവിൻ്റെ അറ്റാക്ക് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇത് വളഞ്ഞു കിടക്കുന്നത്. എന്നാലും അത് അവിടെ കിടന്നോട്ടെ, അത് ചിലപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഈ പുഴുവിൻ്റെ ശല്യത്തിന് വേണ്ടി കീടനാശിനി അടിക്കുന്നുണ്ടല്ലോ, ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്യാവേ. നമ്മളത് താഴേന്ന് മുകളിലേക്ക് നല്ല പോലെ എല്ലാ നാമ്പിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഞാനൊരു രാവിലെ പോലത്തെ സമയത്താണ് ചെയ്യുന്നത്. ഈ കീടനാശിനി ഒരു കാരണവശാലും രാവിലെ പോലെ അതുപോലെ ചൂടും വെയിലുമുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. വൈകുന്നേരം നല്ലവണ്ണം തണുപ്പ് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഈ പുഴുവൊക്കെ എപ്പോഴും ഈ ചെടികളിൽ ഒരു ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ് ഒരു 7 മണി അല്ലെങ്കിൽ അതുപോലുള്ള തണുപ്പ് വീഴുന്ന സമയത്താണ്. അപ്പോൾ ആ സമയം കണ്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അപ്പോഴ ചെടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുഴു അടക്കം നശിച്ചു പോവുകയും ചെയ്യും. ഇതുപോലെ നാമ്പുകളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അളവ് കൂടരുത്, അതുപോലെ ചൂടുള്ള സമയത്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചൊരു കുഴപ്പം കണ്ട ഈ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞില്ലേ, അത് അന്നേരം ഞാൻ ഈ സോഡാപ്പൊടി എന്ന് പറയുന്നതിൻ്റെ അളവ് കുറച്ച് കൂടുതലിട്ടിട്ടാണ് ചെയ്തത്. അതുപോലെ നല്ല ചൂടുള്ള സമയത്താണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇലകളൊക്കെ കണ്ടോ പൊള്ളൽ വരും. ഇതുപോലെ ഇലകൾക്ക് പൊള്ളൽ വന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം വെയിൽ കുറഞ്ഞ സമയത്ത് മാത്രമേ ഇത് ചെയ്യാവൂ. ഈ ഒരു ജൈവ കീടനാശിനി മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ചെടിയുടെ അരിയിലേക്ക് സാലഡ് കുക്കുംബർ ആയാലും വെള്ളരി ആയാലും ബാക്കിയുള്ള സാധനങ്ങൾ എന്തായാലും കീടങ്ങൾ അടുക്കത്തേ ഇല്ല. ഈ ഒരൊറ്റ മരുന്ന് ചെയ്തു കൊടുത്താൽ മതി.
നമ്മൾ കുറ്റിപ്പയറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നതാണ്. കുറ്റിപ്പയറിൻ്റെ ചെടി വളരാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ. എൻ്റെ വീഡിയോ കണ്ടപ്പം പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കണം ഇത് ഈ കുറ്റിപ്പയർ തന്നെയാണോ, കാരണം നല്ലോണം വള്ളി വീശുന്ന ഒരിനം കുറ്റിപ്പയറാണിത്. ഇപ്പോൾ ഇതേ കണ്ടിട്ട് മനസ്സിലായല്ലോ, ഇത് കുറ്റിപ്പയറാണ്. വയലറ്റ് നിറത്തിലുള്ളതാണെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ കാ പിടിക്കുന്നതാണ്. ഇതിലൊക്കെ മുഞ്ഞയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുഞ്ഞയുടെ ശല്യം മാറുന്നതിന് എന്താണ് ചെയ്തിരുന്നതെന്നും അതിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുഞ്ഞയുടെ ശല്യം ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് പയറുകൾ കിട്ടത്തില്ല. അതിപ്പം നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു, ഒരു പ്രാവശ്യം മുഞ്ഞ ഇല്ലാതായാലും നമ്മൾ പിന്നെ ചെയ്യാതിരിക്കരുത്. എല്ലാ ആഴ്ചയും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ മുഞ്ഞയുടെ ശല്യം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. സാലഡ് കുക്കുംബറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കി സ്പ്രേ ചെയ്തു കൊടുത്തു. ഈ പുഴുക്കൾ പകൽ സമയത്ത് ചെടികളിൽ കാണത്തില്ല, ചൂടുള്ള സമയത്ത് ചെടികളിൽ കാണത്തില്ല. പകരം അവരിയ്ക്കുന്നത് എപ്പോഴും ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണിലും മണ്ണിൻ്റെ അടിയിലുമായിട്ടാണ്. അതുകൊണ്ട് പുഴുക്കളെ പൂർണ്ണമായും നശിപ്പിക്കാൻ നമുക്ക് ചെയ്യേണ്ടുന്നത് ബിവേറിയ കുറച്ച് കലക്കി ഒരു 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലക്കി ആ ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെയുള്ള ജൈവ കീടനാശിനികൾ എപ്പോഴും കീടങ്ങൾ പിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതെല്ലാ ജൈവ മാർഗങ്ങളും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.